വിവാദങ്ങൾക്ക് അവസാനമിട്ടുകൊണ്ട് തൃശൂരിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് കലാമണ്ഡലം ഗോപി. പൊങ്കാല പൊങ്കാല ആയിരം മംഗമായി അമ്മയ്ക്കു നൽകും. സുരേഷ് ഗോപിയും താനും വളരെ കാലമായി സ്നേഹബന്ധം പുലർത്തിപ്പോരുന്നവരാണെന്നും സുരേഷ് ഗോപിക്ക് തന്നെ കാണാനോ തന്റെ വീട്ടിലേക്ക് വരാനോ ആരുടെയും അനുവാദം നോക്കേണ്ടതില്ല എന്നും എപ്പോഴും സ്വാഗതമെന്നും കലാമണ്ഡലം ഗോപി തന്നെ നേരിട്ട് വ്യക്തമാക്കിയിരിക്കുകയാണ്. എൻ്റെ മകൻ എൻ്റെ ഫോൺ വാങ്ങിച്ചു. ഫോൺ വാങ്ങിച്ചിട്ട് അവനത് വിഷമായി ഈ പറഞ്ഞ വാക്ക്. എന്താ വെച്ചാൽ സുരേഷ് ഗോപി വരുന്നുണ്ട് പറഞ്ഞാൽ സന്തോഷമേ അവനുള്ളൂ. മകൻ പറഞ്ഞാൽ രഘുരാജാണ്. സുരേഷ് ഗോപി അതെ മോഹൻലാലും അതെ മമ്മൂട്ടി അതെ ആര് വരികയാലും അവന് വലിയ ബഹുമാനമുള്ള ആളാ ഈ കലാകാരന്മാരെയൊക്കെ. അപ്പോൾ സുരേഷ് ഗോപി വരുന്നുണ്ട് എന്ന് കേട്ടാൽ അതിന് സന്തോഷമേ ഉള്ളൂ. പക്ഷേ അപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞത്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണം, അതിന് ആശാന് പത്മഭൂഷൺ കിട്ടണ്ടേ എന്നൊരു വാക്ക് അവനെ വല്ലാണ്ട് വിഷമിപ്പിച്ചു. അപ്പോൾ വിഷമിപ്പിച്ചപ്പോൾ എന്തുണ്ടായി എന്ന് വിചാരിച്ചാൽ അവൻ അങ്ങനെ ഇത് വാങ്ങിച്ചിട്ട് പിന്നെ ഞാനൊന്നും കേട്ടില്ല. പിന്നെ അവർ തമ്മിലാണ് ഡോക്ടറും മറ്റേ മകനും, അതായത് രഘുരാജും കൂട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എന്താ രഘുരാജിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറച്ചിൽ കേട്ടപ്പോൾ മാനസികമായിട്ട് വിഷമം വന്നിട്ടാണ് അവർ തമ്മിൽ സംസാരിച്ചത് എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ, അറിയില്ല, ഞാൻ കേട്ടില്ല. പക്ഷേ അത് കഴിഞ്ഞിട്ട് അവൻ അങ്ങനെ അത് പോസ്റ്റ് ഇട്ടപ്പോൾ അത് ഈ പലരും എന്നെ വിളിച്ചില്ല, ഇങ്ങനെ രഘു ഇങ്ങനെ എഴുതിയിട്ടുണ്ട് എന്നുള്ളത് ഞാൻ അറിയാൻ സാധിച്ചു. അറിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, എന്തിനാ അങ്ങനെയൊക്കെ എഴുതുന്നത്, അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവൻ വേഗം അത് പിൻവലിക്കുകയും ചെയ്തു, ഈ ന്യൂസ് കൊടുത്തുള്ളത് പിൻവലിക്കുകയും ചെയ്തു. കാര്യം ഇതാണ്. പക്ഷേ വേറൊരു കാര്യമുള്ളത്, പിന്നെ അതിൻ്റെ സ്വന്തം ഇത്രയും കേട്ടപ്പോൾ എനിക്ക് തോന്നി, ഞാനും സുരേഷ് ഗോപിയും കൂടിയുള്ള ബന്ധം ചിലരൊന്നുമല്ല, കുറച്ച് കൊല്ലങ്ങളായിട്ടേ ഉണ്ട്, മാസങ്ങളായിട്ടുമല്ല. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നതിൻ്റെ മുമ്പേ സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴുള്ള കാലം മുതലൊക്കെ ഞങ്ങൾ സുഹൃത്തുക്കളാണ്, അങ്ങേറ്റം ബന്ധുവാണ്, അങ്ങേറ്റം സ്നേഹബന്ധം നല്ലോണം പുറത്തിക്കൊണ്ട് വരുന്ന ആൾക്കാരുമാണ്. പിന്നെ ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് ഇപ്പോൾ എൻ്റെ അടുത്തേക്ക് വരാൻ ചോദിക്കണ്ടല്ലോ, ഒരാളോടും ചോദിക്കണ്ട. അപ്പോൾ അത് കാരണം ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുരേഷ് ഗോപിക്ക് എന്നെ കാണാൻ ഒട്ടും സംശയിക്കാതെ തന്നെ വരാം. അപ്പോൾ അത് ഈ സുരേഷ് ഗോപിയെ ആരൊക്കെയോ ചൂടാക്കിയതാണ് തോന്നുന്നുണ്ട്. ആരൊക്കെയോ സഹപ്രവർത്തകർ അല്ലെങ്കിൽ കൂടെ നടക്കുന്ന ആൾക്കാർ പറഞ്ഞ് ഈ പോസ്റ്റിലത്തെ കണ്ടിട്ടായിരിക്കും ചൂടാക്കിയതാണ് തോന്നുന്നു. അപ്പോൾ സുരേഷ് ഗോപി ഇങ്ങനൊരു വാക്ക് പറഞ്ഞു എന്ന് കേട്ടു. ആശാനെ ഞാൻ പോയിട്ട് എങ്ങനെയും കാണും, കണ്ടു കഴിഞ്ഞിട്ട് ഒരു മുണ്ട് പുതപ്പിക്കും. ആ മുണ്ട് പുതപ്പിച്ചാൽ അത് സ്വീകരിക്കില്ലെങ്കിൽ ഞാൻ ആ മുണ്ട് അങ്ങനെ ഗുരുവായൂരപ്പൻ്റെ നടക്കിൽ കൊണ്ടുപോയി വയ്ക്കും. ഇതൊന്നും അദ്ദേഹത്തിനെ കൊണ്ട് പറയിപ്പിക്കാൻ പാടില്ലായിരുന്നു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഈ സ്നേഹസമ്പന്നനായുള്ള സുരേഷ് ഗോപി, അദ്ദേഹം എപ്പോഴും ഞങ്ങൾ തമ്മിലുള്ള, ഞാനായിട്ട് ഇത്രയും അടുപ്പായിട്ടിരിക്കുമ്പോൾ ഞാൻ സ്വീകരിക്കുകയോ ഇല്ലയോ എന്നുള്ളത് അറിയേണ്ട കാര്യം തന്നെയല്ലേ, സ്വീകരിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പേ വന്നിട്ട് തരേണ്ടായിട്ടുണ്ട്, അത് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ്. അപ്പോൾ എന്തിനാണെന്ന് വിചാരിച്ചാൽ, ഇങ്ങനെ ഒരു ദുഷ്പ്രചരണം ആൾക്കാർ സുരേഷ് ഗോപിയെ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനൊരു വാക്ക് പറയേണ്ടി വന്നത്. അത് കേട്ടപ്പോൾ എനിക്കും വിഷമായി. എന്താ വെച്ചാൽ, എന്തിപ്പോൾ അദ്ദേഹം എന്നോട് വിളിച്ച് ചോദിച്ചിട്ട് മതിയായിരുന്നു ഇങ്ങനൊന്ന് പറയൽ എന്നുള്ളത്. അദ്ദേഹത്തിന് ഞാൻ ഈ അദ്ദേഹത്തിനായിട്ട് എന്തെങ്കിലും മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കത്തക്കവണ്ണം ഒന്നും ഇതുവരെ പ്രവർത്തിച്ചിട്ടുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹത്തിന് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്തു. ക്ഷണിച്ചപ്പോൾ എങ്ങനെയായാലും വരണിട്ടോ പറഞ്ഞു. എനിക്ക് ഈ നടക്കാൻ വയ്യാത്ത കാരണം, ഗുരുവായൂർക്കാണ്, നടക്കാൻ തീരെ വയ്യാത്ത കാരണം കൊണ്ട് ഞാൻ പോയില്ല. അപ്പോഴും സ്നേഹമാണെന്ന് അർത്ഥം, അപ്പോഴും അതിനൊരിതില്ല. അപ്പോൾ ഇത് കേട്ടപ്പോൾ അദ്ദേഹത്തിന് എന്നെയൊന്ന് വിളിച്ച് ചോദിക്കാമായിരുന്നു എന്നൊരു സങ്കടം. ഫേസ്ബുക്കിലൂടെയാണ് കലാമണ്ഡലം ഗോപി സുരേഷ് ഗോപിയെ വീട്ടിലേക്ക് ക്ഷണിച്ചിരിക്കുന്നത്. തന്നെ സ്നേഹിക്കുന്നവർക്ക് തന്നെ കാണാൻ എപ്പോഴും വരാമെന്നും ഗോപിയാശാൻ ഫേസ്ബുക്കിലൂടെ കുറിച്ചിട്ടുണ്ട്. സുരേഷ് ഗോപിക്ക് അനുഗ്രഹം നൽകണമെന്ന് പറഞ്ഞ് പ്രശസ്തനായ ഒരു ഡോക്ടർ ബന്ധപ്പെട്ടിരുന്നുവെന്നും, എന്നാൽ അനുഗ്രഹം നൽകാൻ കഴിയില്ല, സുരേഷ് ഗോപി വരേണ്ടതില്ല എന്ന് പറഞ്ഞ് നിരസിച്ചപ്പോൾ പത്മഭൂഷൺ വാഗ്ദാനം ചെയ്തുവെന്നും കലാമണ്ഡലം ഗോപിയുടെ മകൻ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ വെളിപ്പെടുത്തിയിരുന്നു.
ഈ ഒരു സംഭവം വിവാദമാവുകയായിരുന്നു. മാത്രമല്ല, തിരഞ്ഞെടുപ്പിൽ വോട്ട് നേടാനുള്ള സുരേഷ് ഗോപിയുടെ തന്ത്രമായി ഈ ഒരു വിഷയത്തെ വ്യാഖ്യാനിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും ഇത് ഏറ്റുപിടിച്ച് ഒരു രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ കലാമണ്ഡലം ഗോപി തന്നെ നേരിട്ടെത്തിയതോടെ ഈ ഒരു വിഷയം വിവാദമാക്കാനുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ശ്രമം ഇതോടെ വിഫലമായിരിക്കുകയാണ്.